കറുപ്പിന്റെ വെളുപ്പിന്റെ നിറ രാഷ്ട്രീയത്തെ വേണ്ടെന്ന് വിളിച്ചു പറഞ്ഞ ഹബീബരായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ സൗന്ദര്യത്തിന്റെ തുല്യതയില്ലാത്ത രൂപമാണ്. ലോകത്തൊരു മനുഷ്യനും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോളം സൗന്ദര്യമുള്ളയാൾ ജനിച്ചിട്ടില്ല, ഇനി ജനിക്കാനുമില്ല. അവിടുത്തെ സൗന്ദര്യത്തെക്കുറിച്ച് എഴുതപ്പെട്ട രചനകളോളം ലോകത്തൊരാളുടെ സൗന്ദര്യവും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ കെട്ടിപ്പിടിച്ച് കൂടെ പിടിച്ച് കൊണ്ടു നടന്നിരുന്ന കൂട്ടുകാരൻ്റെ പേരാണ് ആഫ്രിക്കൻ അടിമയായിരുന്ന സയ്യിദുനാ ബിലാൽ. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വകാര്യ സൂക്ഷിപ്പുകാരിൽ ഒരാളാണ്. സാമ്പത്തിക കൈകാര്യം ചെയ്യുന്നവരിൽ ഒരാളാണ്. എനിക്കും എൻ്റെ ബിലാലിനും ഒരു മാസം കഴിക്കാനുള്ള ഭക്ഷണം ബിലാലിൻ്റെ കക്ഷത്തൊതുങ്ങുന്ന ഒരു കൊച്ചു പൊതിയോളമാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ ആരും ഇല്ലേ പറയാൻ? എനിക്കും എൻ്റെ ബിലാലിനും റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന സൗന്ദര്യത്തിൻ്റെ പര്യായം, സുന്ദരന്മാരായ ആയിരക്കണക്കിന് അനുയായികളുള്ള നേതാവ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറയാനുള്ളത്, എൻ്റെ ബിലാലിൻ്റെ കക്ഷത്തൊതുങ്ങുന്നൊരു കൊച്ചു പൊതിയോളം ഭക്ഷണം, അതൊരു മാസത്തെ ഞങ്ങളുടെ ഭക്ഷണമാണ്. അതിൽ നിറഭേദങ്ങളോടുള്ള ഒരു സമരപ്രഖ്യാപനമുണ്ട്. മലയാളത്തിൽ ഒരു ചെറുപ്പക്കാരൻ്റെ പാട്ട് പാഠപുസ്തകത്തിലേക്ക് കയറി വരുന്നത് ഇവിടെയുള്ള ചില സംഹിതകളോടുള്ള സമരത്തിന്റെ ഭാഗമാണ്. അവിടെയാണ് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയും ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ രത്നമായി ഉയർത്തിക്കൊണ്ടുവന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ആ ചെറുപ്പക്കാരൻ വായിക്കട്ടെ. ആ ചെറുപ്പക്കാരന് വേണ്ടി മണിക്കൂറുകളോളം വന്ന് കാത്തു നിൽക്കുന്നവർ വായിക്കട്ടെ. കേവലം ഒരു പാട്ടുകൊണ്ട് തൻ്റെ നിറത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ആ ചെറുപ്പക്കാരൻ പാടുന്നതെങ്കിൽ, സൗന്ദര്യത്തിൻ്റെ പര്യായമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ സുന്ദരനായ ഒരു സ്വഹാബി ഇബ്നു സൗദാ, കറുമ്പിയുടെ മോനെ എന്ന് വിളിച്ചു. കറുമ്പി എന്ന പദത്തിന് വർത്തമാനകാലത്തെ സംഗീതത്തിൽ പ്രാധാന്യം വന്നത് ഈ ചെറുപ്പക്കാരൻ വന്നപ്പോഴാണ്. എന്നാൽ അന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് മണ്ണിലേക്ക് ചവിട്ടി തേച്ച് ലോക മീമാംസയിൽ നിന്ന് മാറ്റിവെച്ചു. കറുമ്പിയുടെ മോനെ എന്ന് വിളിച്ച സുന്ദരനായ സ്വഹാബിയോട് പറഞ്ഞു, നിന്നെ അല്ലയോ പ്രിയപ്പെട്ട കൂട്ടുകാരാ, വിവരമില്ലാത്ത കാലത്തെ ജാഹിലീയത്തിന്റെ ശകലം ബാക്കിയായിട്ടുണ്ടോ നിങ്ങളിൽ? ഒരു സംസ്കൃത സമൂഹത്തിൽ ഇതുണ്ടാവാൻ പാടില്ല. സംസ്കൃത സമൂഹത്തിലെ ഒരാൾ കറുത്തവന്റെ മകനെ കറുമ്പിയുടെ മോനെ എന്ന് വിളിച്ച് ആക്ഷേപിക്കില്ല. ഇവിടെ നിറമല്ല വലുത്, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളുടെ ഉള്ളിലുള്ള മൂല്യമാണ് വലുത്. ആ മൂല്യങ്ങൾക്ക് വേണ്ടി കാത്തുനിന്നു. ഇസ്ലാം മൂല്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയല്ല, ഇസ്ലാം മൂല്യങ്ങൾക്ക് വേണ്ടി പ്രയോഗവൽക്കരണം നടത്തി. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇസ്ലാമിക ലോകത്തെ അറിയപ്പെട്ട ഒരുപാട് പണ്ഡിതന്മാരുണ്ട്, ഒരുപാട് മഹത്തുക്കളുണ്ട്. അവരുടെ എല്ലാവരുടെയും മുമ്പിൽ ഭരണാധികാരികൾ അടക്കം വന്ന് ക്യൂ നിൽക്കുകയാണ്. അതാ ഇബ്നു അബി റബാഹ് റളിയല്ലാഹു അൻഹു, അതാ ഇബ്നു അബി റബാഹ് റളിയല്ലാഹു അൻഹു മക്കയിലെ ഒരു വീട്ടിലെ അടിമയായിരുന്നു. ശരീരത്തെ 4 or 5 ന്യൂനതകളുള്ള ആളായിരുന്നു. മര്യാദക്കുള്ളൊരു കുപ്പായം പോലുമില്ല, കോട്ടിയുണ്ടാക്കിയ ഒരു ചെരുപ്പേ ഉള്ളൂ. ആ പാവപ്പെട്ട അടിമയായ അതാ ഇബ്നു അബി റബാഹ്
എന്ന് പറയുന്ന അറബ് വീട്ടിലെ അടിമ അറിവ് നേടി പണ്ഡിതനായപ്പോൾ അന്നത്തെ മുഴുവൻ ആളുകളും ഒരുമിച്ച് വിളിച്ചു പറഞ്ഞു, ഹജ്ജ് വേളയിൽ അതാ ഇബ്നു അബീ റബാഹ് അല്ലാതെ ഫത്വ കൊടുക്കാൻ പാടില്ല. ഹജ്ജ് വേളയിൽ അതാ ഇബ്നു അബീ റബാഹേ ഫത്വ കൊടുക്കാൻ പാടുള്ളൂ, വേറെ ആരും ഫത്വ കൊടുക്കരുത്. അതാ ഇബ്നു അബീ റബാഹ് റളിയല്ലാഹു അൻഹു ഒരു ഉന്നത കുലജാതനല്ല, ഒരു ആഫ്രിക്കൻ അടിമയാണ്. അറബ് ലോകത്തെ ഒരു വീട്ടിൽ, ഒരു അറബി ഉമ്മയുടെ വീട്ടിൽ ജോലിക്കാരനാണ്. പള്ളിയിൽ വന്ന് ഓതി പഠിച്ചു, നല്ല ആലിമായി ഉയർന്നു വന്നു, പണ്ഡിതനായി. ഭരണാധികാരി വന്ന് കവാടത്തിൽ ക്യൂ നിൽക്കുകയാണ്. ഭരണാധികാരി ആ പണ്ഡിതന്റെ അറിവിനെ ആദരിക്കുകയാണ്. ഫത്വയ്ക്ക് വേണ്ടി നീണ്ട ക്യൂ ആണ്. കീറിപ്പറിഞ്ഞ കുപ്പായവും കേടുവന്ന ചെരുപ്പമിട്ട് പാവപ്പെട്ട ഒരു മനുഷ്യൻ വന്ന് കയറുമ്പോൾ ഇത്രയേറെ ആളുകൾ ക്യൂ നിൽക്കുകയാണ്. ഭരണാധികാരിയുടെ മക്കൾ ചോദിച്ചു, അല്ല വാപ്പാ, നിങ്ങളാണോ ഭരണാധികാരി? ആയിരിക്കണ ആളാണോ? മോനെ, അഡ്മിനിസ്ട്രേഷൻ കൊണ്ട് ഞാനാണെങ്കിലും മൂല്യത്തിൽ അതാണ് ഭരണാധികാരി. കാരണം അറിവ് അദ്ദേഹത്തിൻ്റെ കയ്യിലാണ്. അതാ ഇബ്നു അബീ റബാഹ് റളിയല്ലാഹു അൻഹു എന്ന മഹാനായ പണ്ഡിതൻ, താബിഈങ്ങളിൽപ്പെട്ട മഹാൻ, മക്കയിൽ ഇരുന്നു കൊണ്ട് ലോകത്തിന് മുഴുവനും ഫത്വ നൽകി. ലോകത്തുനിന്ന് വരുന്ന മുഴുവൻ ആളുകൾക്കും മതവിധിയുടെ ദിശ കാണിച്ചു കൊടുത്തു. അവിടെ ഒരു വർഗ വ്യത്യാസമില്ല, വർണ്ണ വ്യത്യാസമില്ല. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലമ തങ്ങൾ ഇസ്ലാമികമായ മൂല്യങ്ങളുടെ തലസ്ഥാനമാക്കിയ കഅബാലയത്തിന്റെ ചാരത്ത് ഒരു കാലഘട്ടത്തിൽ ഫത്വ കൊടുക്കാൻ ഏറ്റവും ശബ്ദമുള്ള പണ്ഡിതൻ ഒരടിമയായിരുന്ന നീഗ്രോ വർഗത്തിൽപ്പെട്ട, സൗന്ദര്യമില്ലാതിരുന്ന, കണ്ണിന് ചെറിയ ഒരു ഭാവവ്യത്യാസമുണ്ടായിരുന്ന, നടപ്പിൽ ചെറിയൊരു സ്റ്റെപ്പ് വ്യത്യാസമുണ്ടായിരുന്ന സയ്യിദുനാ അതാ ഇബ്നു അബീ റബാഹ് റളിയല്ലാഹു അൻഹു ആണ്. ഇതാണ് ഇസ്ലാം മുന്നോട്ട് വെച്ച മൂല്യം. സമാനമായ ഒരു മൂല്യം അവതരിപ്പിക്കാൻ ലോകത്തൊരു സംഹിതയ്ക്കും കഴിയില്ല. അതുകൊണ്ട് പ്രത്യയശാസ്ത്രപരമായി ലോകത്തോട് സംസാരിക്കേണ്ട കാലമാണ്.